നമസ്കാരം. തൃശൂർ വിഷൻ വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചാവക്കാട് വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ കാഞ്ഞിരക്കോട് തോട്ടുപാലം ടർഫിന് സമീപം നിയന്ത്രണം വിട്ട കാർ തോട്ടിലേക്ക് മറിഞ്ഞ് ഒരു കുടുംബത്തിലെ 4 പേർക്ക് പരിക്കേറ്റു. പോക്സോ കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ കോഴിക്കോട് നിന്നും പിടികൂടി എരുമപ്പെട്ടി പോലീസ്. ചന്ദ്രാപിനിയിൽ വാട്ടർ അതോറിറ്റിയുടെ 1.5 ലക്ഷം വില വരുന്ന പൈപ്പ് സാമഗ്രികൾ മോഷ്ടിച്ച കേസിൽ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഫ്രണ്ട്സ് ഓഫ് ചന്ദ്രാപിനി ഈസ്റ്റ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വിഷു ഈസ്റ്റർ ആഘോഷം സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. ചാവക്കാട് വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ കാഞ്ഞിരക്കോട് തോട്ടുപാലം ടർഫിന് സമീപം നിയന്ത്രണം വിട്ട കാർ തോട്ടിലേക്ക് മറിഞ്ഞ് ഒരു കുടുംബത്തിലെ 4 പേർക്ക് പരിക്കേറ്റു. മലപ്പുറം സ്വദേശികളായ കൊട്ടാരപ്പറമ്പ് ഷൗക്കത്തലി, ഭാര്യ മുഫീന, മക്കളായ ഫാത്തിമ, ചെന്ന, മുഫ്ലിഹ് എന്നിവർ സഞ്ചരിച്ചിരുന്ന കാറാണ് ഇന്ന് പുലർച്ചെ 1:35 അപകടത്തിൽപ്പെട്ടത്. വടക്കാഞ്ചേരി ആക്സ് പ്രവർത്തകർ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പോക്സോ കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ കോഴിക്കോട് നിന്നും പിടികൂടി എരുമപ്പെട്ടി പോലീസ്. പ്രായപൂർത്തിയാകാത്ത ബാലികയെ ലൈംഗികമായി ഉപദ്രവിച്ച കേസിലെ പ്രതിയായ മലപ്പുറം എടയൂർ സ്വദേശിയായ പറങ്ങോട്ടുപറമ്പിൽ വീട്ടിൽ തിയാമു എന്ന് വിളിക്കുന്ന 64 വയസ്സുള്ള കുഞ്ഞു മുഹമ്മദിനെയാണ് എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തത്. 2025 ജൂൺ 7 മുതൽ 2/2/2026 വരെയുള്ള ദിവസങ്ങളിലായാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. എരുമപ്പെട്ടിയിലുള്ള മദ്രസയിലെ ക്ലാസ് മുറിയിൽ വെച്ച് പ്രതി പലതവണ ബാലികയെ ലൈംഗികമായി ഉപദ്രവിക്കുകയായിരുന്നു. കുട്ടി വീട്ടിൽ സംഭവം അറിയിച്ചതിനെ തുടർന്ന് തൃശൂർ ചൈൽഡ് ലൈനിൽ നിന്ന് എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് ഇന്റിമേഷൻ ലഭിച്ചതനുസരിച്ച് എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനിലെ ചൈൽഡ് വെൽഫെയർ ഓഫീസറായ ഗ്രേഡ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഓമന കേസ് അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്തി കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കുകയായിരുന്നു. ചന്ദ്രാപിനിയിൽ വാട്ടർ അതോറിറ്റിയുടെ 1.5 ലക്ഷം വില വരുന്ന പൈപ്പ് സാമഗ്രികൾ മോഷ്ടിച്ച കേസിൽ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചന്ദ്രാപിനി സ്വദേശികളായ ഈരാറ്റുവീട്ടിൽ ഗോകുൽ, ഭഗവതി പറമ്പിൽ വീട്ടിൽ സന്ദീപ് എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. ചന്ദ്രാപിനി CV സെന്ററിന് വടക്ക് ഭാഗത്ത് വാട്ടർ അതോറിറ്റിയുടെ ടാങ്കിന് താഴെ സൂക്ഷിച്ചിരുന്ന വിലപിടിപ്പുള്ള കാസ്റ്റ് അയൺ സ്പെഷ്യൽസ് മോഷ്ടിച്ച കേസിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. എടത്തിരുത്തി പഞ്ചായത്തിലെ വാട്ടർ ലീക്ക് മെയിൻ്റനൻസ് ജോലിക്കായി എത്തിച്ച 1,44,535 രൂപ വില വരുന്ന സാമഗ്രികളാണ് പ്രതികൾ കടത്തിക്കൊണ്ടുപോയത്. മോഷണം നടന്ന സ്ഥലത്തു നിന്നും പരിസര പ്രദേശങ്ങളിൽ നിന്നും ലഭിച്ച സൂചനകളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ ശാസ്ത്രീയമായ അന്വേഷണത്തിനൊടുവിലാണ് പ്രതികൾ വലയിലായത്. നടപടിക്രമം ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കും. പ്രതികൾ ചന്ദ്രാപിനി, പുളിഞ്ചോട്, പാലപ്പെട്ടി എന്നീ സ്ഥലങ്ങളിലെ ആക്രിക്കടകളിൽ വിൽപ്പന നടത്തിയിരുന്ന മോഷണ മുതലുകൾ കണ്ടെടുത്തിട്ടുണ്ട്. കൈപ്പമംഗലം പോലീസ് സ്റ്റേഷൻ SHO ബിജിത്, SI ഫാദിൽ റഹ്മാൻ, GSI ജെയ്സൺ, GSI രമേശ്, GSPOമാരായ സുനിൽ കുമാർ, ജോസഫ്, സിനോജ്, CPO ശരത് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. ഫ്രണ്ട്സ് ഓഫ് ചന്ദ്രാപിനി ഈസ്റ്റ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വിഷു ഈസ്റ്റർ ആഘോഷം സംഘടിപ്പിച്ചു. ഇതോടനുബന്ധിച്ച് വീരനാട്യം, ചിലമ്പാട്ടം, പ്രദേശത്തെ കലാകാരന്മാരുടെ വിവിധ കലാപരിപാടികളും നടന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം അമൽ ടി പ്രേമൻ, വാർഡ് മെമ്പർ സുധീഷ് ബാബു, പൊതുപ്രവർത്തകരായ തിലകൻ മഞ്ചാക്കൽ, PA ഷമീർ, അരുൺ വർഗീസ്, അക്ഷയ് സോമൻ, മജീദ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് താന്യം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിഷു ആഘോഷം കാരുണ്യയിലെ അമ്മമാർക്കൊപ്പം ആഘോഷിച്ചു. കാരുണ്യ വൃദ്ധസദനത്തിൽ നടന്ന വിഷു ആഘോഷം ചേർപ്പ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷൈജു സായിറാം അമ്മമാർക്ക് വിഷു കൈനീട്ടവും കണിക്കൊന്ന പൂവും നൽകി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ആന്റോ തൊറയൻ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് നേതാക്കളായ പോൾ പുലിക്കോട്ടിൽ, പ്രമോദ് കണിമംഗലത്ത്, ഡെയ്സി പോൾസൺ, അലി സഗീർ, രേണുക റിജു എന്നിവർ പ്രസംഗിച്ചു. അമ്മമാരുടെ ഗാനാലപനവും ഉണ്ടായിരുന്നു. കുളവും കുന്നവും വേണയെങ്കോ
തൃശൂർ പൂരത്തിന്റെ ചടങ്ങുകൾക്ക് ആവശ്യത്തിന് ആനകളെ ലഭിക്കാത്തത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായി തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി കെ ഗിരീഷ് കുമാർ. ആവശ്യത്തിന് ആനകൾ ഇല്ലാത്തതുമൂലം ലഭ്യമായ ആനകളെ കൂടുതൽ സമയം ചടങ്ങുകൾക്കായി ഉപയോഗിക്കേണ്ടി വരും. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ആനകളെ കൊണ്ടുവരുന്നതിനുള്ള നിയന്ത്രണം നീക്കുകയാണ് പ്രതിസന്ധി പരിഹരിക്കാനുള്ള മാർഗമെന്നും ഗിരീഷ് കുമാർ പറഞ്ഞു. ആനകൾക്ക് ആവശ്യമായ ഭക്ഷണ ലഭ്യത ഉറപ്പുവരുത്തിയിട്ടുണ്ട്. കടുത്ത ചൂട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വേണ്ടത്ര മുൻകരുതലുകൾ സ്വീകരിക്കും. പോലീസ് ഉദ്യോഗസ്ഥരുമായി നിരന്തരം ആശയവിനിമയം നടത്തി വരികയാണ്. കഴിഞ്ഞ വർഷം നല്ല രീതിയിൽ സഹകരണമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. മുമ്പുണ്ടായ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ജാഗ്രത ജില്ലാ ഭരണകൂടം കൈക്കൊള്ളണമെന്നും തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി പറഞ്ഞു. വെടിക്കെട്ടിലും കുടമാറ്റത്തിലും ഒക്കെ പതിവ് പോലെ ചില സർപ്രൈസുകൾ ഉണ്ടാകും. അതെല്ലാം കാത്തിരുന്ന് തന്നെ കാണണമെന്നും ഗിരീഷ് കുമാർ കൂട്ടിച്ചേർത്തു. കൊടുങ്ങല്ലൂരിൽ അന്തേവാസിയായ യുവാവ് മർദ്ദനമേറ്റ് മരിച്ച സംഭവത്തിൽ അനുഗ്രഹ സ്പെഷ്യൽ സ്കൂളിനെതിരെ മറ്റൊരു കേസ് കൂടി. വയനാട് സ്വദേശിയായ മറ്റൊരു അന്തേവാസിയെ മർദ്ദിച്ചതിന് സ്ഥാപനത്തിന്റെ നടത്തിപ്പുകാരൻ കെയർടേക്കർ ബോബി മഹേഷ് എന്നിവർക്കെതിരെ കൊടുങ്ങല്ലൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. പാലക്കാട് കണ്ണമ്പ്ര ചെല്ലിപ്പറമ്പിൽ വീട്ടിൽ പ്രഭാകരന്റെ മകൻ ശ്രീനാഥ് മർദ്ദനമേറ്റ് മരിച്ചതിനെ തുടർന്ന് പോലീസ് മറ്റ് അന്തേവാസികളുടെ മൊഴി എടുത്തു വരികയാണ്. ഇതിനിടെയാണ് വയനാട് സ്വദേശി അശ്വിൻ രവീന്ദ്രൻ സ്ഥാപനത്തിനെതിരെ മൊഴി നൽകിയത്. ബോബിയും മഹേഷും തന്നെ മർദ്ദിച്ചിരുന്നതായി അശ്വിൻ രവീന്ദ്രൻ പോലീസിനോട് പറഞ്ഞു. കൊടുങ്ങല്ലൂർ BRCയിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ വിനയയുടെ സഹായത്തോടെയാണ് പോലീസ് മൊഴിയെടുത്തത്. ശ്രീനാഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കെയർടേക്കർ മഹേഷിനെ നേരത്തെ തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ കണിദർശനത്തിന് ആയിരങ്ങളെത്തി. പുലർച്ചെ 2:55 മുതൽ 3:55 വരെ 1 മണിക്കൂർ ആയിരുന്നു വിഷുക്കണി ദർശനം. നാഴികമണി 2 അടിച്ചതോടെ മേൽശാന്തി TM നാരായണൻ നമ്പൂതിരി കുളിച്ച് ഇറങ്ങണിഞ്ഞെത്തി ഗുരുവായൂരപ്പനെ കണി കണ്ടു. തുടർന്ന് നാളികേരം മുറിയിൽ നെയ് ഒഴിച്ച് ദീപം തെളിയിച്ച് ഗുരുവായൂരപ്പനെ കണി കാണിച്ചു. ഗുരുവായൂരപ്പന്റെ തങ്കത്തിടമ്പ് ആലവട്ടവും വെഞ്ചമരവും കൊണ്ട് അലങ്കരിച്ച് സ്വർണ്ണസിംഹാസനത്തിൽ വെച്ചിരുന്നു. ഇതിന് താഴെയാണ് ശാന്തിയേറ്റ കീശാന്തിമാർ ചേർന്ന് ഓട്ടുരുളിൽ കണി ഒരുക്കിയത്. വിഷുക്കണി കാണാനായി കിഴക്കേ ഗോപുര വാതിൽ തുറന്നതോടെ ഭക്തർ ക്ഷേത്രത്തിലേക്ക് ഓടിക്കയറി. കൺകുളിർക്ക് കണ്ണനെയും കണിയും കണ്ട് തൊഴുതു. ദർശനം കഴിഞ്ഞവർക്ക് മേൽശാന്തി വിഷുക്കൈനീട്ടം നൽകി. ശ്രീലകത്തിന് പുറമെ നമസ്കാര മണ്ഡപത്തിലും കണി ഒരുക്കിയിരുന്നു. കണി ദർശനം അവസാനിച്ചതോടെ വാകച്ചാർത്തും അഭിഷേകവും അടക്കമുള്ള പതിവ് പൂജകൾ ആരംഭിച്ചു. കണി ദർശനത്തിന് ശേഷവും ഗുരുവായൂരപ്പനെ ഒരു നോക്ക് കാണുവാനുള്ള ഭക്തജന തിരക്ക് അനുഭവപ്പെട്ടു. തുടർന്ന് വിഷുസദ്യയും ഉണ്ടായിരുന്നു. ഗുരുവായൂർ തൊഴിയൂരിൽ ബൈക്ക് നിയന്ത്രണം വിട്ട് ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് യുവാവ് മരിച്ചു. വടക്കേക്കാട് എടക്കര റോഡ് ചന്ദ്രത്ത് ബഷീറിന്റെ മകൻ 24 വയസ്സുള്ള ദിൽഷാദാണ് മരിച്ചത്. തൊഴിയൂർ ICA കോളേജിന് സമീപം ഇന്നലെ രാത്രി 11 മണിയോടെയായിരുന്നു അപകടം. റോഡിലേക്ക് തെറിച്ച് വീണ ദിൽഷാദിനെ ഉടൻ തന്നെ തൊഴിയൂർ ലൈഫ് കെയർ പ്രവർത്തകർ കുന്നംകുളം സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ചാവക്കാട് പൊന്നാനി ദേശീയപാതയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. ചാവക്കാട് അകലാട് പള്ളി മഹലാർക്ക് സമീപം താമസിക്കുന്ന 38 വയസ്സുള്ള ഷിഹാബാണ് മരിച്ചത്. പൊന്നാനി പോലീസ് സ്റ്റേഷന് സമീപം ബുധനാഴ്ച രാത്രിയിലായിരുന്നു അപകടം. പരിക്കേറ്റ യുവാവിനെ പൊന്നാനി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംസ്ഥാനത്ത് വീണ്ടും ഉയർന്ന താപനില മുന്നറിയിപ്പ്. ചൂട് കൂടുന്ന സാഹചര്യത്തിൽ അൾട്രാവയലറ്റ് വികിരണങ്ങളെ സൂക്ഷിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. ഞായറാഴ്ച പാലക്കാട് ജില്ലയിൽ താപനില 4 സെൽഷ്യസ് വരെ ഉയർന്നേക്കുമെന്നാണ് മുന്നറിയിപ്പ്. തൃശൂർ ജില്ലയിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്ന താപനിലയ്ക്ക് സാധ്യതയുണ്ട്. കൊല്ലം ജില്ലയിൽ 39 ഡിഗ്രി സെൽഷ്യസ് വരെയും കോട്ടയം ജില്ലയിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയർന്ന താപനില രേഖപ്പെടുത്തിയേക്കും. ഉയർന്ന താപനിലയും ഈർപ്പവുമുള്ള വായുവും കാരണം ഈ ജില്ലകളിൽ മലയോര മേഖലകൾ ഒഴികെ ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട്. ഉയർന്ന ചൂട്, സൂര്യതാപം, സൂര്യാഘാതം, നിർജ്ജലീകരണം തുടങ്ങിയ നിരവധിയായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. ആയതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കേണ്ടതാണ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി 14 സ്റ്റേഷനുകളിൽ അൾട്രാവയലറ്റ് സൂചിക പ്രകാരം 24 മണിക്കൂറിൽ ഏറ്റവും കൂടുതൽ പതിച്ചത് 6 ജില്ലകളിലാണ്. കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര, പത്തനംതിട്ട ജില്ലയിലെ കോന്നി, ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ, കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി, ഇടുക്കി ജില്ലയിലെ മൂന്നാർ, പാലക്കാട് ജില്ലയിലെ തൃത്താല എന്നിവിടങ്ങളിലെ അൾട്രാവയലറ്റ് സൂചിക 8 ആണ്. അതേസമയം എറണാകുളം ജില്ലയിലെ കളമശ്ശേരി, തൃശൂർ ജില്ലയിലെ ഒല്ലൂർ, മലപ്പുറം ജില്ലയിലെ പൊന്നാനി എന്നിവിടങ്ങളിലെ അൾട്രാവയലറ്റ് സൂചിക 7 രേഖപ്പെടുത്തി. തുടർച്ചയായി അൾട്രാവയലറ്റ് രശ്മികൾ ശരീരത്തിലേൽക്കുന്നത് സൂര്യാഘാതത്തിനും നേത്രരോഗങ്ങൾക്കും ത്വക്ക് രോഗങ്ങൾക്കും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമായേക്കാം. പൊതുജനങ്ങൾ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കണം. 10 മണി മുതൽ 3 മണി വരെയുള്ള സമയങ്ങളിലാണ് ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക രേഖപ്പെടുത്തുന്നത്. കഴിഞ്ഞ ദിവസം കൂടൽമാണിക്യം ക്ഷേത്രം ദേവസ്വം ഭരണാധികാരികൾ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രം തന്ത്രിമാരെ അവഹേളിക്കുന്ന തരത്തിൽ തെറ്റിദ്ധാരണ പരത്തുന്ന പ്രസ്താവനകളാണ് നടത്തിയതെന്ന്
ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രം തന്ത്രി കുടുംബങ്ങൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. കഴക നിയമനവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം സിവിൽ കോടതിയിൽ കേസ് നടക്കുന്നുണ്ടെന്നും അത് വിധിയാവുന്ന മുറയ്ക്ക് അംഗീകരിക്കുമെന്നും തന്ത്രി കുടുംബാംഗങ്ങൾ പറഞ്ഞു. ക്ഷേത്രത്തിൽ നടക്കുന്ന എല്ലാ ആചാര ചടങ്ങുകളിലും തന്ത്രി കുടുംബാംഗങ്ങൾ പങ്കെടുക്കാറുണ്ട്. ഈ വർഷത്തെ ഉത്സവത്തിനും പതിവ് പോലെ ആചാര ചടങ്ങുകളിൽ പങ്കെടുക്കുമെന്നും തന്ത്രി കുടുംബാംഗങ്ങൾ അറിയിച്ചു. സജി നമ്പൂതിരി, ജാതവേദന നമ്പൂതിരി, വിളവൻ നമ്പൂതിരി തുടങ്ങിയ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. കാട്ടക്കാമ്പാൽ ചിറയൻകാട് BJP CPM പ്രവർത്തകർ തമ്മിലുണ്ടായ സംഘർഷത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. CPM പ്രവർത്തകനായ ചിറയക്കാട് സ്വദേശി അബ്ജിത്ത്, BJP പ്രവർത്തകരായ കാശിനാഥ്, ബിന്ദു എന്നിവർക്കാണ് പരിക്കേറ്റത്. ബുധനാഴ്ച രാത്രി ചിറയൻകാട് സെന്ററിലായിരുന്നു സംഭവം. അമ്പലപ്പറമ്പിലെ വീരനാട്യം പരിപാടി കണ്ട് മറങ്ങുകയായിരുന്ന ഈ വിഭാഗം പ്രവർത്തകർ തമ്മിലുണ്ടായ വാക്കുതർക്കം സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു. തലയ്ക്ക് പരിക്കേറ്റ അബ്ജിത്തിനെ കുന്നംകുളം ദയ റോയൽ ആശുപത്രിയിലും BJP പ്രവർത്തകരായ ബിന്ദുവിനെയും കാശിനാഥനെയും കുന്നംകുളം മലങ്കര റോയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് ഇരുവിഭാഗവും കുന്നംകുളം പോലീസിൽ പരാതി നൽകി. പൂങ്കുന്നം മാംഗോ ബേക്കറിക്ക് സമീപത്ത് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന കമേഴ്ഷ്യൽ ബിൽഡിംഗിന്റെ കാർ പാർക്കിംഗ് ബേസ്മെന്റിലെ സ്റ്റെയർകേസിന്റെ കൈവരിയിൽ യുവാവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ഏകദേശം 40 വയസ്സ് പ്രായം തോന്നിക്കുന്ന കറുപ്പ് പാന്റും കറുപ്പ് ടീഷർട്ടും ധരിച്ച അജ്ഞാതനായ പുരുഷനെയാണ് പ്ലാസ്റ്റിക് കരയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തെ തുടർന്ന് തൃശൂർ ടൗൺ വെസ്റ്റ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു അന്വേഷണം നടത്തിവരുന്നു. ഇയാളെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ അറിയുന്നവർ തൃശൂർ വെസ്റ്റ് പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടുക. ഇരിഞ്ഞാലക്കുടയിൽ കുട്ടംകുളം നവീകരണത്തിന്റെ ഭാഗമായി സ്മാരകം നിർമ്മിക്കുന്നതിനാണ് കുളത്തിന്റെ കിഴക്കേ അരിക് കരിങ്കൽ കെട്ടി ഉയർത്തിയതെന്ന വാർത്തകൾ വന്നതിന് പിന്നാലെ വലിയ പ്രതിഷേധങ്ങൾ ഉയരുന്നതിനിടെ കരിങ്കൽ കെട്ട് സ്മാരക നിർമ്മാണത്തിനല്ല സുരക്ഷയ്ക്ക് വേണ്ടിയാണെന്ന വാദവുമായി പൊതുമരാമത്ത് വകുപ്പ്. ചരിത്രപ്രസിദ്ധമായ കുട്ടംകുളം സമരത്തിന്റെ സ്മരണയ്ക്കായി സ്മാരകം നിർമ്മിക്കുന്നതിനെ കുളത്തിന്റെ തനിമ നശിപ്പിക്കുന്നു എന്ന ആക്ഷേപമാണ് ഉയർന്നത്. ചരിത്രപ്രസിദ്ധമായ വഴിനടക്കൽ സമരത്തിന് സാക്ഷ്യം വഹിച്ച കുട്ടംകുളത്തിന് സമീപം സമരത്തിന്റെ സ്മാരകം നിർമ്മിക്കുന്നതിനായാണ് കുട്ടംകുളത്തിന്റെ ഒരു ഭാഗത്ത് നീളം കുറയ്ക്കുന്ന രീതി കരിങ്കൽ കെട്ടി ഉയർത്തിയിരിക്കുന്നത് എന്ന തരത്തിലാണ് വാർത്തകൾ പ്രചരിക്കുന്നത്. കുട്ടംകുളത്തിന്റെ കിഴക്ക് തെക്ക് അരികിലായി 3 മീറ്റർ വീതിയിലും 8 മീറ്ററോളം നീളത്തിലുമായി കരിങ്കൽ കെട്ടി തിരിച്ചുയർത്തിയിട്ടുണ്ട്. കൂടൽമാണിക്യം ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ 1 ഏക്കറിലധികം വിസ്തൃതിയിൽ വളരെ ശാസ്ത്രീയമായ രീതിയിൽ ദീർഘചതുരാകൃതിയിലാണ് കുളം പണ്ട് നിർമ്മിച്ചിട്ടുള്ളത്. വാസ്തുശാസ്ത്ര പ്രകാരം ഉദയവും അസ്തമയവും ഗണിച്ചുണ്ടാക്കിയ ഈ കുളത്തിൽ നിഴൽ പതിക്കില്ലെന്ന പ്രത്യേകതയുമുണ്ട്. കുളം നിർമ്മിച്ചയാളുടെ പേരിൽ അറിയപ്പെടുന്ന അപൂർവം കുളങ്ങളിൽ ഒന്നാണിത്. മഴക്കാലത്ത് ക്രമാതീതമായി വെള്ളം ഉയർന്നാൽ ഇന്നത്തെ എഞ്ചിനീയറിംഗ് സംവിധാനങ്ങളെ പോലും അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള ഡ്രെയിനേജ് സംവിധാനവും ഈ കുളത്തിലുണ്ട്. എന്നാൽ ഈ കുളത്തിനകത്തായി കരിങ്കൽ കെട്ടാൻ ഉണ്ടായ സാഹചര്യം സ്മാരക നിർമ്മാണത്തിനല്ലെന്നും ഈ ഭാഗത്ത് റോഡ് വളരെ വീതി കുറഞ്ഞതിനാൽ അടിയിൽ നിന്നും കരിങ്കൽ കെട്ടിനായി കുഴിയെടുക്കുമ്പോൾ തൊട്ടടുത്തുള്ള വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയാണ് കുളത്തിനകത്ത് കരിങ്കൽ കെട്ടി ഉയർത്തിയിരിക്കുന്നതെന്നും സമാനമായ രീതിയിൽ കിഴക്കു വടക്കേ അരികിലും ഇത്തരത്തിൽ കരിങ്കൽ കെട്ട് ഉയരുമെന്നും പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പറഞ്ഞു. തന്നെയുമല്ല, കുളത്തിന്റെ ചുറ്റുമതിൽ ഇപ്പോഴുള്ള അളവിൽ തന്നെയാണ് നിർമ്മിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം കുട്ടംകുളം രേഖ പ്രകാരം റവന്യൂ ഭൂമിയാണെന്നും ദേവസ്വത്തിന്റെ നിയന്ത്രണത്തിലുള്ള ഇതല്ലെന്നും ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് CK ഗോപി പറഞ്ഞു. ദേവസ്വത്തിന് ഇക്കാര്യത്തിൽ അഭിപ്രായം പറയാനാകില്ല. കുട്ടംകുളം സമരത്തിന്റെ സ്മരണയ്ക്കായി സ്മാരകം നിർമ്മിക്കുന്നത് ഇരിഞ്ഞാലക്കുട നഗരസഭയായി കൂടൽമാണിക്യം ദേവസ്വവുമായി ചർച്ച ചെയ്തു വേണം തീരുമാനിക്കാനെന്ന് മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ പ്രസ്താവനയോടെ അറിയിച്ചു. നൂറ്റാണ്ടുകളുടെ പാരമ്പര്യവും പൈതൃകവും വിശ്വാസവുമുള്ള ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിന് മുൻപുള്ള കുട്ടംകുളം നികത്തി നിർമ്മാണ പ്രവർത്തനം നടത്തുന്നത് ഉടൻ നിർത്തിവെക്കണമെന്ന് ജില്ലാ കളക്ടർ അടിയന്തര ഉത്തരവ് പുറപ്പെടുവിക്കണമെന്ന് ആവശ്യപ്പെട്ട് സ്വദേശി ജാഗരൺ മഞ്ച് ദേശീയ സമിതി അംഗം വർഗീസ് തൊടുപറമ്പിൽ തൃശൂർ ജില്ലാ കളക്ടർക്ക് കത്ത് നൽകി. വിഷയത്തിൽ BJP പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചാവക്കാട് വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ കാഞ്ഞിരക്കോട് തോട്ടുപാലം ടർഫിന് സമീപം നിയന്ത്രണം വിട്ട കാർ തോട്ടിലേക്ക് മറിഞ്ഞ് ഒരു കുടുംബത്തിലെ 4 പേർക്ക് പരിക്കേറ്റു. പോക്സോ കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ കോഴിക്കോട് നിന്നും പിടികൂടി എരുമപ്പെട്ടി പോലീസ്. ചന്ദ്രാപിനിയിൽ വാട്ടർ അതോറിറ്റിയുടെ 1.5 ലക്ഷം വില വരുന്ന പൈപ്പ് സാമഗ്രികൾ മോഷ്ടിച്ച കേസിൽ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു.
ഫ്രണ്ട്സ് ഓഫ് ചന്ദ്രാബെന്നി ഈസ്റ്റ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വിഷു ഈസ്റ്റർ ആഘോഷം സംഘടിപ്പിച്ചു. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.